സ്വാമിജി നമസ്കാരം. നമസ്തേ. നമസ്തേ. ഹിന്ദുയിസം അത് ഒരു വേ ഓഫ് ലൈഫ് ആയതുകൊണ്ടാണോ എന്ന് എനിക്കറിയില്ല. വേദങ്ങളിൽ എന്താണുള്ളത്, അല്ലെ പുരാണങ്ങളിൽ എന്താണ്, ഉപനിഷത്ത് എന്താണ്, ഇപ്പം ഭാഗവതം എന്ന് പറഞ്ഞാൽ ശരിക്കും എന്താണ്, ഭഗവത്ഗീതയിൽ അടങ്ങിയിട്ടുള്ള സന്ദേശം എന്താണ്, ഇതൊന്നും പഠിപ്പിക്കുന്ന ഒരു രീതി ചെറുപ്പം മുതലേ നമുക്കറിയാനും നമ്മളെ പഠിപ്പിക്കുന്ന രീതികളും ഒന്നും തന്നെ നിലവിലില്ല. അമ്പലത്തിൽ കൊണ്ടുപോയിട്ടുണ്ട്, അതുകൊണ്ട് നമ്മൾ അമ്പലത്തിൽ പോകുന്നു, അതെങ്ങനെ തൊഴണം എന്ന് അമ്മ പറഞ്ഞു തന്നിട്ടുണ്ട്, അപ്പോൾ ആ രീതിയിൽ തൊഴുന്നു. ചില കഥകളൊക്കെ കേട്ടിട്ടുണ്ട്, അത് പുരാണങ്ങളിലൊക്കെ ഉണ്ടെന്ന് നമ്മൾ അറിഞ്ഞു. പക്ഷേ ഒരു സമ്പ്രദായം എന്ന് വെച്ചാൽ ചെറുപ്പം മുതലേ നമ്മളെ പഠിപ്പിച്ചെടുക്കുന്ന ഒരു സമ്പ്രദായം നടക്കുന്നില്ല. അതുപോലെ ഇത് വെറും എല്ലാ വിരക്തിയോടുകൂടി ജീവിക്കുന്നവർക്ക് മാത്രം പഠിക്കാനുള്ളതാണോ, അതൊരു ധാർമ്മിക ബോധം ഉണ്ടാക്കാൻ വേണ്ടി ഞങ്ങളെപ്പോലെയുള്ളവർക്ക് അത് ചെറുപ്പം മുതലേ പഠിക്കുന്നതിൽ കുഴപ്പമുണ്ടോ? എൻ്റെയൊക്കെ ഒരു മിഡിൽ ഏജിലാണ് ശരിക്കും ഈ ഭാഗവത സപ്താഹം എന്നൊക്കെ പറഞ്ഞ അമ്പലങ്ങളിൽ കാണുന്നത് തന്നെ. അതിനു മുന്നേ അതുപോലും ഉണ്ടായിരുന്നില്ല. അപ്പം എന്താണ് ഇതിന് കാരണം? ഇവിടെ അടിസ്ഥാനപരമായി പറയാനുള്ളത്, അനാദികാലമായി നമ്മുടെ ആചാര്യന്മാർ സർവവും ത്യജിച്ച് ശാസ്ത്രത്തെ പഠിപ്പിച്ചുകൊണ്ടിരുന്നിട്ടുണ്ട്. പലപ്പോഴും പറയുന്ന കേൾക്കാറുണ്ട് പലരും, ഇതൊന്നും പഠിപ്പിച്ചില്ലെങ്കിൽ നമ്മളെങ്ങനെ മനസ്സിലാക്കി? വ്യാസൻ്റെ ജീവിതം മുതൽക്ക് ഇങ്ങോട്ട് നോക്കിക്കഴിഞ്ഞാൽ അവർ സമാജത്തിന് തങ്ങളുടെ അറിവ് പകർന്നു നൽകാൻ വേണ്ടി ഒരുങ്ങി തീർന്നവരാണ്. ഭഗവാൻ ഭാഷ്യകാരൻ ഒരു നിമിഷം വിശ്രമിച്ചിട്ടില്ല. ഒന്നാലോചിച്ച് നോക്കൂ, 32 വയസ്സിൽ അടങ്ങിയ ജീവിതം ചെയ്തു വെച്ച ശാസ്ത്രപ്രചാരണം എത്ര വലുതാണ്. അവിടുന്ന് ഇങ്ങോട്ട് പരമ്പരയെ ആയിരക്കണക്കിന്, പതിനായിരക്കണക്കിന്, ലക്ഷക്കണക്കിന് ആചാര്യന്മാർ, ബ്രഹ്മചാരിമാരും ഗൃഹസ്ഥന്മാരും വാനപ്രസ്ഥന്മാരും സന്യാസിമാരും എല്ലാവരും ശാസ്ത്രപ്രചരണം ചെയ്തതുകൊണ്ടാണ് ഈ ധർമ്മം നിലനിൽക്കുന്നത്. അപ്പോൾ അടിസ്ഥാനമായി ആരും പ്രചരിപ്പിച്ചില്ല, ആരും പഠിപ്പിച്ചില്ല എന്ന് പറയരുത്. ഞാൻ മനസ്സിലാക്കിയില്ല എന്ന് പറയാം, എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല എന്ന് പറയാം. പലപ്പോഴും ഈ വലിയൊരു അപരാധം നമ്മൾ കേൾക്കാറുണ്ട്, ഇവിടെ ഹിന്ദുധർമ്മത്തിൽ ആരും പഠിപ്പിക്കുന്നില്ല എന്ന്. അത് ത്യാഗധനന്മാരായി പഠിപ്പിച്ച് സ്വയം ഉരുകിയ മഹാത്മാക്കളെ അവമാനിക്കുന്നതിന് തുല്യമാണ്. ഒന്ന് ആലോചിച്ച് നോക്ക്, വിവേകാനന്ദ സ്വാമികളൊക്കെ അനുഭവിച്ച ത്യാഗം എത്രയാണ് ഈ ശാസ്ത്രം സമൂഹത്തിൽ പഠിപ്പിക്കാൻ വേണ്ടിയിട്ട്. വിവേകാനന്ദ സ്വാമികൾ മാത്രമോ, പരമ്പരയാണ് എത്ര ലക്ഷക്കണക്കിന് ആചാര്യന്മാർ, താന്ത്രികന്മാർ, മാന്ത്രികന്മാർ, വൈദികന്മാർ എല്ലാവരും പഠിപ്പിച്ചിട്ടുണ്ട്. വാസ്തുവിശാരദന്മാർ, സ്ഥപതികൾ, ആയുർവേദജ്ഞന്മാർ, അങ്ങനെയുള്ള മഹാമനീഷികൾ പഠിപ്പിച്ചത് കൊണ്ടാണ് നമ്മൾ ഇന്ന് ഇരിക്കുന്നത്. ഇന്ന് പലപ്പോഴും നമുക്ക് യൂട്യൂബ് ഉണ്ട്, അല്ലെങ്കിൽ ഫേസ്ബുക്ക് ഉണ്ട്, അതുണ്ട്, ഇതുണ്ട്. അപ്പോഴാണ് എല്ലാവരും കൂടി പുതിയ ഗുരുക്കന്മാർ വന്ന്, ഇപ്പോഴാണ് ഗുരു ചിദാനന്ദപുരസ്വാമിയൊക്കെ വന്നത്, അവരൊക്കെയാണ് പഠിപ്പിക്കണമെന്ന് മിഥ്യാധാരണയാണ്. നമ്മുടെ പൂർവികന്മാർ ചെയ്തു വെച്ച മഹാപ്രയത്നത്തെ നമ്മൾ കാണാതെ പോകരുത്. രണ്ടാമതായിട്ട് പറയാനുള്ളത്, ധർമ്മബോധം അത് പുസ്തകത്തിൽ നിന്ന് കിട്ടുന്നതല്ല. പുസ്തകം അതിനെ വളർത്തും. ഏറ്റവുമേറെ ധർമ്മബോധത്തോടു കൂടി ജീവിക്കുന്ന സമൂഹം വനവാസികളെയാണ് ഞാൻ കണ്ടിട്ടുള്ളത്. വനാന്തർഭാഗത്ത് താമസിക്കുന്ന, ഊരുകളിൽ താമസിക്കുന്ന, അവരുടെ ശുദ്ധി, അവരുടെ സത്യനിഷ്ഠ, അവരുടെ ധർമ്മനിഷ്ഠ, അതൊന്നും പലപ്പോഴും സമൂഹത്തിൽ പരിഷ്കൃതരെന്ന് പറഞ്ഞ് നടക്കുന്നവരിൽ കാണാറില്ല. അവർ ചിലപ്പോൾ സംസ്കൃതമായ വാക്കുകളെ പറയില്ലായിരിക്കാം, പക്ഷേ സത്യത്തിനും ധർമ്മത്തിനും ഈശ്വരീയമായ വൃത്തികൾക്കും പ്രാധാന്യം കൊടുത്തുകൊണ്ടുള്ള അവരുടെ ജീവിതക്രമം അത്ഭുതകരമാണ്. അപ്പം നമ്മൾ കാണാൻ ശ്രമിക്കണം അതൊക്കെ. ഭാഗവത സപ്താഹം കേട്ടതുകൊണ്ട് ധർമ്മബോധം ഉണ്ടാവില്ല, ചിദാനന്ദപുരസ്വാമിയുടെ ആധ്യാത്മിക പ്രഭാഷണം കേട്ടുകൊണ്ട് ധർമ്മബോധം ഉണ്ടാവില്ല എന്ന് പറയുന്നില്ല, പക്ഷെ അതല്ല ധർമ്മബോധം, അതിനപ്പുറത്തുണ്ട്. അത് കണ്ടെത്താൻ നമുക്ക് സാധിക്കണം. അത് അനുസ്യൂതം തുടർന്ന് വന്നിട്ടുണ്ട്. പിന്നെ പലപ്പോഴും ഈ ഹിന്ദുധർമ്മം, ഹിന്ദുത്വം ഒരു മതമല്ല, അതൊരു ജീവിത മാർഗമാണ്, ഇറ്റ് ഇസ് എ വേ ഓഫ് ലൈഫ് എന്ന് പലരും പറയാറുണ്ട്. എനിക്കതിനോട് യോജിപ്പില്ല. നമ്മളെ ബഹുമാനപ്പെട്ട കോടതി വരെ അത് പറഞ്ഞിട്ടുണ്ട്. ഹിന്ദുയിസം ഈസ് എ വേ ഓഫ് ലൈഫ്. പല ഹൈന്ദവ സാംസ്കാരിക പ്രസ്ഥാനങ്ങളും അങ്ങനെ പറയുന്നുണ്ട്. വ്യക്തിപരമായി അതിൽ വലിയ അപാകമുണ്ടെന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. അപ്പോൾ ഇത് മതമാണെന്നാണോ പറയുന്നത്? പരിമിതമായ അർത്ഥത്തിൽ മതമല്ല. എൻ്റേത് മാത്രം ശരി, ഞാൻ ആരാധിക്കുന്ന ദൈവം മാത്രം ദൈവം, എൻ്റെ ഉപാസനാരീതി മാത്രം ശരി, എൻ്റെ പ്രവാചകൻ മാത്രം ശരി, ഈ കാഴ്ചപ്പാടുള്ള പരിമിതമായ മതമല്ല ഹിന്ദുധർമ്മം.
അതേ സമയത്ത് അത് മതമല്ലെന്ന് പറയരുത്. പരിമിതമായ അർത്ഥത്തിൽ മതമല്ലെന്നേ പറയാവൂ. ഇത് കാരണം പലപ്പോഴും അങ്ങനെ വരുമ്പോൾ ഒരു ആത്മനിരാസത്തിൻ്റെ, ഒരു ഒന്നുമില്ലായ്മയുടെ, എന്ത് ചെയ്താലും കൊള്ളാം, ചെയ്തില്ലെങ്കിലും കൊള്ളാം, എനിക്കൊരു അനുഷ്ഠാനവും ചെയ്യേണ്ട ആവശ്യമില്ല, മന്ത്രം ജപിക്കണ്ട, ക്ഷേത്രത്തിൽ പോകണ്ട, ശാസ്ത്രം പഠിക്കണ്ട, ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല എന്നുള്ള ഒരു തരം ഒന്നുമില്ലായ്മയിലേക്ക് നമ്മൾ സ്വയം കൂപ്പുകുത്തുകയും അതിനെ ഇറ്റ്സ് എ വേ ഓഫ് ലൈഫ് എന്ന് ഉദാത്തമായി വ്യാഖ്യാനിക്കാൻ പരിശ്രമിക്കുന്ന കാപട്യത്തെ സൂക്ഷിക്കുകയും ചെയ്യും. അതുകൊണ്ടാണ് കർത്തവ്യങ്ങളുണ്ട്. ഹിന്ദുധർമ്മം വ്യക്തമായി നിത്യകർമ്മങ്ങളെ പറയുന്നുണ്ട്. പഞ്ചമഹായജ്ഞങ്ങളെ ദിവസവും അനുഷ്ഠിച്ചേ മതിയാവൂ, ചെയ്താലും കൊള്ളാം ചെയ്തില്ലെങ്കിലും കൊള്ളാമെന്ന് പറയരുത്. പഞ്ചമഹായജ്ഞങ്ങളെ നിത്യവും അനുഷ്ഠിക്കണം, ജീവിതത്തിൽ നൈമിത്തിക കർമ്മങ്ങളെ ചെയ്യണം. വിശ്വസിക്കാനും വിശ്വസിക്കാതിരിക്കാനും നിനക്ക് സ്വാതന്ത്ര്യമുണ്ട്. പക്ഷേ ലോകത്തിൽ ജീവിക്കുമ്പോൾ ലൗകികങ്ങളായ കർത്തവ്യങ്ങളെ ചെയ്തിരിക്കണം എന്ന് ആചാര്യന്മാർ അനുശാസിച്ചിട്ടുണ്ട്. ആ അനുശാസനങ്ങൾക്കനുസരിച്ച് വേദം, വൈദിക ശാസ്ത്രങ്ങൾ, വൈദികം എന്ന് പറയുമ്പോൾ തന്ത്രവും മന്ത്രവും എല്ലാം അതിൽ വരും, ശാക്തേയവും ഗാണപത്യവും സൗരവും കാന്തവും എല്ലാം വരും, വൈഷ്ണവവും. ഈ പദ്ധതിക്ക് അനുസൃതമായി ജീവിക്കുന്നവനാ ഹിന്ദു. അല്ലാതെ ഇതൊന്നും വേണ്ട, ഒരാചാരവും വേണ്ട, ഒരു ശാസ്ത്രവും വേണ്ട, എന്ത് ചെയ്താലും ഹിന്ദു ആണെന്ന് പറയുന്നതോട് നമുക്ക് യോജിക്കാൻ പറ്റില്ല. അപ്പോൾ വേദോക്തമായ വൈദികമായ ചിന്താപദ്ധതിയെ സ്വീകരിച്ച് അതിനെ പരമപ്രമാണമായി മാനിച്ച് ജീവിക്കുന്ന ആൾ ലോകത്തിൽ ഏത് കോണിലാണായാലും അത് ഭാരതമെന്നൊന്നുമില്ല. അപ്പോഴാണ് വിശ്വഹിന്ദു എന്നുള്ളൊരു സങ്കല്പത്തിലേക്ക് നമ്മൾ എത്തുന്നത്. അത് ഹിന്ദുവാണ്. അതുകൊണ്ട് പരിമിതമായ അർത്ഥത്തിൽ മതമല്ല. അല്ലാതെ ഇറ്റ്സ് എ വേ ഓഫ് ലൈഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയ അബദ്ധങ്ങളുണ്ട്. രണ്ട് ഉദാഹരണങ്ങൾ പറയാം. വേദാന്തശാസ്ത്രത്തെ അങ്ങേയറ്റം പഠിപ്പിക്കാൻ വേണ്ടി, യോഗശാസ്ത്രത്തെ പഠിപ്പിക്കാൻ വേണ്ടി തങ്ങളുടെ ജീവിതം തന്നെ സമർപ്പിച്ച് പ്രവർത്തിക്കുന്ന കുറച്ച് മഹാപുരുഷന്മാർ, അവർ യൂറോപ്പിലെ ജർമ്മനിയിലോ ആശ്രമവുമായിട്ട് വേദാന്ത പ്രചരണത്തിൽ ഏർപ്പെട്ടിരിക്കുകയാണ്. അപ്പോൾ അവരുടെ വേദാന്ത പ്രചരണ പ്രവർത്തനങ്ങൾ നടക്കുമ്പോൾ ഒരുപാട് ഇതര മതവിശ്വാസികൾ ഇതിൽ ആകൃഷ്ടരാവുകയും അങ്ങനെ അതൊരു തരം വിദ്വേഷത്തിനും മറ്റും വഴിവെക്കുകയും ഒക്കെ ചെയ്തു. അങ്ങനെ ചെയ്ത സമയത്ത് ഈ വിഷയം കോടതിയിലെത്തി. കോടതിയിലെത്തിയ സമയത്ത് അവിടെ പരമമായ നിർണയത്തിന് വേണ്ടി സർക്കാരിനാണത് വിട്ടുവെച്ച് കൊടുത്തിട്ടുള്ളത് ആ വിഷയം. പക്ഷേ കോടതി ഭാരതത്തിലെ കോടതികളുടെ വാക്യങ്ങളെ എടുത്ത്, ഭാരതത്തിലെ പല സാംസ്കാരിക പ്രസ്ഥാനങ്ങളുടെയും വാക്കുകളെ എടുത്തിട്ട് ഹിന്ദുയിസം ഈസ് എ വേ ഓഫ് ലൈഫ്, അത് റിലീജിയൻ അല്ല, അതുകൊണ്ട് നിങ്ങൾക്ക് റിലീജിയസ് ആക്ടിവിറ്റി ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞിരിക്കുകയാണ്, ഇവരെ വിലക്കിയിരിക്കുകയാണ്. അത് റിലീജിയൻ ആണ്, പക്ഷേ നോട്ട് ഇൻ എ നാരോ വേ എന്ന് പറയാൻ നമുക്ക് സാധിക്കണം. ഇല്ലെങ്കിൽ കുഴപ്പമാണ്. ഇല്ലെങ്കിൽ നമ്മുടെ ധാർമ്മിക പ്രവർത്തനങ്ങൾ ലോകത്ത് നടക്കൂല. ഈ ധാർമ്മിക ഇത് ഇപ്പോൾ തന്നെ അമേരിക്കയിൽ ന്യൂജേഴ്സിയിൽ അടുത്താണ് ഒരു കൂട്ടർ ഒരു ഓർഗനൈസേഷൻ ഉണ്ടാക്കി അവരവിടെ ഒരു ക്ഷേത്രം നിർമ്മിക്കാൻ പോവുകയാണ്. അതിന് വേണ്ടിയുള്ള പ്രാഥമിക ക്രമങ്ങളെല്ലാം ചെയ്തു. അതിന് വേണ്ട ധനസ്വരൂപണമൊക്കെ ഞാൻ കേട്ടറിവാണ്. ഇതിൽപ്പെട്ട 2-3 പേർ നേരിട്ട് സംസാരിച്ചതാണ് അമേരിക്കയിൽ പോയ സമയത്ത്. അങ്ങനെ അവർക്ക് ഈ സ്ഥലം റിലീജിയസ് ആക്ടിവിറ്റിക്ക് മാറ്റിവെച്ച സ്ഥലമാണ് ക്ഷേത്രം, ചർച്ച് തുടങ്ങിയവയ്ക്ക് സ്ഥാപിക്കാൻ കൊടുക്കുന്നത്. അവർ അപ്ലൈ ചെയ്തു. അപ്പോൾ യുവർ റിലിജിയൻ എന്ന് ചോദിച്ചപ്പോൾ ഹിന്ദുയിസം. നെക്സ്റ്റ് അതിൽ ഹിന്ദുയിസം ഈസ് എ വേ ഓഫ് ലൈഫ് എന്ന് ഇവർ എഴുതി വെച്ചു. ഉടനെ അവിടുത്തെ ഗവൺമെൻറ് പറഞ്ഞു, ഇഫ് ഇറ്റ് ഈസ് നോട്ട് എ റിലിജിയൻ, എന്തിനാണ് നമ്മൾ ഈ ഭൂമി തരുന്നത് നിങ്ങൾക്ക്? അവിടെ നിങ്ങൾക്ക് തരില്ല, അലോട്ട് ചെയ്യില്ല എന്ന്. അപ്പം ഇത്തരം വിഷയങ്ങൾ മനസ്സിൽ വെച്ചുകൊണ്ട് നമ്മളൊരു വാക്ക് പറയുന്ന സമയത്ത് അതിൻ്റെ 2 വശങ്ങളെയും ചിന്തിച്ചിട്ട് വേണം പറയാൻ. തീർച്ചയായിട്ടും ഒരു വേ ഓഫ് ലൈഫാണ്. അതുകൊണ്ടാണ് നേരത്തെ ധാരണാത് എന്ന് പറഞ്ഞത്, ധാരണാത് ധർമ്മ. അങ്ങനെ ധരിക്കണമെങ്കിൽ അതിന് വിശ്വാസങ്ങൾ വേണം, അതിന് അനുഷ്ഠാനങ്ങൾ വേണം, അതിന് ശാസ്ത്രങ്ങൾ വേണം. ഈ വിശ്വാസങ്ങളും അനുഷ്ഠാനവും ശാസ്ത്രവും ചേർന്നത് മതം തന്നെയാണ്. പക്ഷേ മറ്റൊന്നിനെ തള്ളുന്ന, മറ്റൊന്നിനേക്കാൾ വലുത് എൻ്റെതാണെന്ന് പറയുന്ന പരിമിതമായ അർത്ഥം നമുക്കില്ല. അത് നമ്മുടെ ഭാവനയല്ല. ഈ
ഈ വിശ്വാസങ്ങളും അനുഷ്ഠാനങ്ങളും ശാസ്ത്രങ്ങളും അടുത്ത തലമുറയ്ക്ക് പകരാൻ വേണ്ടി നമുക്കൊരു എന്ന് വെച്ചാൽ ചെറുപ്പം മുതലേ അവരെ ഇതിൽ ചേർത്ത് പഠിപ്പിക്കേണ്ട ഒരു ഇത് വരണ്ടേ, സിസ്റ്റം വരണ്ടേ? വേണമല്ലോ. അതിനുള്ള അമ്മ മാതൃമാൻ പിതൃമാൻ ആചാര്യവാൻ ബ്രൂയാത്. അമ്മയുള്ളവൻ, അച്ഛനുള്ളവൻ, ആചാര്യനുള്ളവൻ പറയട്ടെ. അവിടെ നമുക്ക് ഔപചാരികമായ സ്ഥാപനമല്ല വേണ്ടത്, ഓർഗനൈസ്ഡ് റിലീജിയൻ അല്ല ഹിന്ദുധർമ്മം. ഇവിടെ ഹിന്ദുധർമ്മത്തിൻ്റെ, സനാതനധർമ്മത്തിൻ്റെ പഠന പദ്ധതിയിൽ ഒന്നാമത്തെ ഗുരു അമ്മയാണ്. അമ്മ എന്ന് പറയുമ്പോൾ അച്ഛൻ വരും, മുത്തശ്ശി വരും, മുത്തശ്ശൻ വരും, എല്ലാവരും വരും. അടുത്ത തലമുറയിലേക്ക് കൈമാറുക എന്നുള്ളതാണ് അർത്ഥം. ആ കൈമാറൽ പ്രക്രിയ നമ്മൾ ചെയ്താൽ ധർമ്മവ്യവസ്ഥ നിരന്തരം പ്രകാശപൂർണമായി നിലനിൽക്കും. അതിന് ശക്തി പകരാൻ, അത് നൽകാനുള്ള കഴിവ് അമ്മയ്ക്ക് അച്ഛന് വളർത്തിയെടുക്കാൻ നമുക്ക് സ്ഥാപനങ്ങളുണ്ട്. ധാരാളം ഗുരുക്കന്മാർ സമൂഹത്തിൽ പ്രവർത്തിക്കുന്നുണ്ട്, ധാരാളം പ്രസ്ഥാനങ്ങൾ പ്രവർത്തിക്കുന്നുണ്ട്. അവയിൽ നിന്ന് അറിവ് നേടണം. ലക്ഷക്കണക്കിന് ഗ്രന്ഥങ്ങൾ പ്രകാശിതങ്ങളാണ്, അവ വായിക്കണം. എന്നിട്ട് അതേപടി കുട്ടികൾക്ക് കൊടുക്കരുത്, അതിൽ നിന്ന് എടുത്ത് കുട്ടികൾക്ക് പറ്റുന്ന രീതിയിൽ നമ്മൾ കൊടുക്കണം. ഏതെങ്കിലും ഒരു പച്ചക്കറി ആയിക്കോട്ടെ, അല്ലെങ്കിൽ മറ്റേതെങ്കിലും വസ്തു ആയിക്കോട്ടെ, പാകം ചെയ്യുന്ന സമയത്ത് കൊച്ചു കുഞ്ഞിന് കൊടുക്കുമ്പോൾ അതിനനുസരിച്ചാണ് നമ്മൾ കൊടുക്കുന്നത്. പഴമാണെങ്കിൽ പോലും അമ്മ ഉടച്ച് കൊടുക്കുന്നു, സ്പൂൺ കൊണ്ടൊക്കെ ഉടച്ച്, അല്ലെങ്കിൽ കൈകൊണ്ട് ഞെരടി ചെറുതായി കൊടുക്കുന്നു കുഞ്ഞിന് കൊടുക്കുമ്പോൾ. എന്നാൽ ഒരു യുവാവിന് കൊടുക്കുമ്പോൾ അങ്ങനെ കൊടുക്കേണ്ട ആവശ്യമുണ്ടോ? ഇല്ല. അപ്പോൾ ദഹിക്കാൻ കഴിയുന്ന രീതിയിൽ അവർക്കത് പകർന്നു നൽകണം. അത് അമ്മയുടെ കർത്തവ്യമാണ്. ഈ മാതൃധർമ്മം അമ്മ ചെയ്യണം, അച്ഛൻ ചെയ്യണം. അതിനവരെ പ്രാപ്തരാക്കാൻ, സജ്ജരാക്കാനുള്ള വ്യവസ്ഥ മറ്റെന്നത്തേക്കാളും അധികം ഇന്നുണ്ട്. കാരണം അത്രയ്ക്കധികം സ്ഥാപനങ്ങളുണ്ട്. വേദം പഠിപ്പിക്കുന്ന, യോഗം പഠിപ്പിക്കുന്ന, വേദാന്തം പഠിപ്പിക്കുന്ന, സാഖ്യം പഠിപ്പിക്കുന്ന, തന്ത്രശാസ്ത്രം പഠിപ്പിക്കുന്ന, പൂജാവിധാനങ്ങൾ പഠിപ്പിക്കുന്ന, വാസ്തു പഠിപ്പിക്കുന്ന, ജ്യോതിഷം പഠിപ്പിക്കുന്ന എല്ലാ സ്ഥാപനങ്ങളും ഇന്ന് നമ്മുടെ സമൂഹത്തിലുണ്ട്. അത് തേടണം, കണ്ടുവെത്തണം. അതാണ് അതിൽ പറയാനുള്ളത്.